നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചെടി പിസ്ത. അനാകാഡീസേ കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പിസ്റ്റേഷ്യ വിറ എന്നാണ്. പൊതുവെ വരണ്ട പ്രദേശങ്ങളിലാണ് പിസ്ത കണ്ടുവരുന്നത്. മധ്യ ഏഷ്യയിലും മറ്റു കിഴക്കൻ രാജ്യങ്ങളിലും പിസ്ത പൊതുവെ കാണാറുണ്ട്. ഏകദേശം 10 മുതൽ 20 സെൻറ്റിമീറ്റർ വരെയാണ് ഒരു ഇലയ്ക്ക് നീളമുള്ളത്. തണ്ടിൽ നിന്നും 5-6 ഇലകളായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത്. മങ്ങിയ വെള്ള നിറത്തോടു കൂടിയ പുറന്തോടിനുള്ളിൽ ഭക്ഷ്യയോഗ്യമായ വിത്ത് കാണപ്പെടുന്നു. വിത്ത് പാകമാകുമ്പോൾ അത് തനിയെ പൊട്ടിത്തെറിക്കുന്നതാണ്. 2 വർഷത്തിനുള്ളിൽ ഒരു മരത്തിൽ നിന്ന് 50 കിലോഗ്രാം വിത്തുകൾ ഏകദേശം കിട്ടുന്നുണ്ട്. പോഷകമൂല്യവും ഊർജ്ജവും ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണിത്. അതുമാത്രമല്ല വൈറ്റമിൻ ബിയും കാൽഷ്യവും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഔഷധയോഗ്യമായ ഭാഗം വിത്താണ്. ഇതിൻ്റെ പുറന്തോട് പല അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതായിരിക്കും. പിസ്ത കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. പിസ്തയെ സംബന്ധിച്ചോളം അതൊരു ഹൈലി ന്യൂട്രീഷനാണ്. അതായത് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മഗ്നീഷ്യം, സിങ്ക്, അങ്ങനെ മൈക്രോ എലമെൻറ്റ്സ് ധാരാളമുള്ള ഒരു ഫലമാണത്. ദിവസേന 10 പിസ്ത ഡെയിലി കഴിച്ചാൽ ശരിക്കും ആരോഗ്യ സംരക്ഷണത്തിന് അത് വളരെ നല്ലതാണ്. മനുഷ്യ ആവശ്യമുള്ള ഒരുവിധം വൈറ്റമിൻസും പ്രോട്ടീനൊക്കെ അതുകൊണ്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ വേറെ ഉപയോഗം പറയുകയാണെങ്കിൽ ഇത് പിസ്ത ഈ ചെടി നല്ലോണം വെള്ളം തിളപ്പിച്ച് അത് കഷായം പോലെ ആക്കിയിട്ട് ചുട്ടുക്കനെ മേലെ ധാര ചെയ്ത് കഴിഞ്ഞാൽ ഈ മസ്കുലർ പെയിൻ കുറയും. പിന്നെ ഇതിൻ്റെ ഒരു യൂസ് ഉള്ളത് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ മുഖത്തിങ്ങനെ കുരുവൊക്കെ വന്നിട്ട് മസൂരിയൊക്കെ വന്ന് കുരു ഉണ്ടാക്കി കുഴിയാകുന്ന ചില അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ പിസ്ത പാൽപ്പാടയിൽ അരച്ചിട്ട് ഫേസ് പാക്ക് പോലെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് മാസേജ് ചെയ്ത് കുടിച്ച് കഴിഞ്ഞാൽ ആ കുഴി നകന്നു വരും. അങ്ങനൊരു ഉപയോഗമുണ്ട് ഇതിന്.